കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ്. ലോണ്, പ്രാരാബ്ദം, കുടുംബം, ഇതൊക്കെ ഞങ്ങൾക്ക് കുടുംബം ഉള്ളതാണ്. നമുക്കിത് ഓടിയാലേ ശമ്പളം കിട്ടും. അവർക്ക് ആളെ കയറ്റിയാലും കയറ്റിയില്ലെങ്കിലും അവർക്ക് മാസമാകുമ്പോഴത്തേന് ശമ്പളം വരും. സർവീസ് എങ്ങനെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും യാത്രക്കാരെന്ന് വെച്ചാൽ കൂടുതലും സ്ത്രീകളാണ്. സ്ത്രീകളാകുമ്പോഴത്തേക്ക് ഇതിനുള്ള ആൾക്കാർ കുറേയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മള് പ്രൈവറ്റുകാരെ തന്നെ, വേറൊന്നുമല്ല, നമ്മളിതുകൊണ്ടാണ് ജീവിക്കുന്നത്. നമസ്കാരം. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പോകുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലൊന്നാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള വാഗ്ദാനം. അതിന്റെ ഭാഗമായിട്ട് തുടക്കമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതായത് സ്ത്രീകളുടെ എണ്ണമെടുക്കാനുള്ള നടപടികൾ KSRTCയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം വലിയ ആശങ്കകളാണ് ചുറ്റിലും നിന്ന് ഉയരുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത്, ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇത്തരം ഒരു സൗജന്യ യാത്ര ഉറപ്പാക്കുമ്പോൾ അതിന് സർക്കാരിന് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, സർക്കാർ ബസ്സുകളിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമ്പോൾ അത് മറ്റ് പ്രൈവറ്റ് ബസ്സുകളെ വലിയ രീതിയിൽ ബാധിക്കില്ലേ എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ജോലി തന്നെ തടസ്സം നിൽക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സൗജന്യ യാത്ര മാറുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം നിറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവേഴ്സും മറ്റു ആളുകളും നോക്കിക്കാണുന്നത്, ഇത് യാത്രക്കാർക്ക് ഏത് തരത്തിൽ ആണ് പ്രതീക്ഷയുള്ളത്, അവരെങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നൊക്കെ അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ സൗജന്യ യാത്ര അതെങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സുകൾക്ക് സ്വീകാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് ഓടുന്നത്. കാരണം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഓടുന്ന ഒരു റൂട്ടിൽ തന്നെ ഏതാണ്ട് നമ്മുടെ കൂടെ മത്സരിച്ച് ഓടാനായിട്ട് 10-12 വണ്ടികളുണ്ട്. നമ്മുടെ അതിനിടയ്ക്ക് കൂടി കഷ്ടിച്ചൊക്കെയാണ് ഓടുന്നത്. ഇപ്പൊ തന്നെ ഇപ്പൊ ലാസ്റ്റ് വന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമുക്ക് പെർമിറ്റ് ഇല്ലാത്ത വഴി കൂടെ പോകുന്ന റൂട്ട് വേരിയേഷൻ ചെയ്ത് വണ്ടി ഓടുന്നുണ്ടാക്കി. അപ്പൊ അത് പറയുന്ന ഇപ്പൊ ന്യൂസുകാരാണെങ്കിലും മീഡിയക്കാരാണെങ്കിലും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തിങ്കളും ബുധനും വെള്ളിയും വരുന്ന ഈ വന്ദേ ഭാരത് എന്നൊരു ട്രെയിൻ ഉണ്ട്. ഈ വണ്ടി കരമന റൂട്ട് ഓടുന്ന വണ്ടിയാണ്. ഈ വന്ദേ ഭാരത് ട്രെയിൻ വന്നു കഴിഞ്ഞാല് ഏകദേശം അരമണിക്കൂറോളം കിള്ളിപ്പാലം തൊട്ട് തമ്പാനൂര് ഈ ഓവർബ്രിഡ്ജ് കിഴക്കേക്കോട്ട വരെ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് താണ്ടി നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത റൂട്ട് പോകാനുള്ള ടൈം കഴിഞ്ഞു. പിന്നെ നമ്മൾ കാലിക്ക് ഇവിടുന്ന് വണ്ടി ആളില്ലാതെ കാലിക്ക് ടൈം പിടിച്ച് അവിടെ ചെന്ന് ഓടിയെടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ച് റിട്ടേൺ എങ്കിലും ഓടി വരാൻ പറ്റൂ. അത്രയും ഡീസൽ ചാർജ്, നമ്മുടെ നഷ്ടം, ഇതെല്ലാം പോയിട്ട് അടുത്ത ആ റൂട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേനും തിരിച്ച് ഈ വണ്ടി ഇപ്പോൾ വരുന്നത് പോങ്ങമ്പോടുന്നാണ് വരുന്നത്. പോങ്ങമ്പോടുന്ന് വരുമ്പോഴത്തേനും ഏതാണ്ട് 12-15ഓളം KSRTC ആണ് അറ്റ സമയം കിഴക്കേക്കോട്ട പോകുന്നത്. ഇതിനിടയിൽ കൂടി കിഴക്കേക്കോട്ട വണ്ടി, ഞങ്ങൾ കിഴക്കേക്കോട്ട പോകുമ്പോഴത്തേനും ഞങ്ങൾക്ക് നിസ്സാരം ടിക്കറ്റാണ് കിട്ടുന്നത്. ഇത്രയും വലിയ വണ്ടി, ഇത്രയും സീറ്റിംഗ് ഉള്ള വണ്ടിയിൽ ഒരു 5 പേരെയും കൊണ്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ അതിന് പുറമെ ഇനിയിപ്പോ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കൂടെ കൊടുക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും സ്ത്രീകളെല്ലാവരും അതിൽ തന്നെയാണ് കാണാൻ സാധ്യത. ഈ പൊതുവെയുള്ള യാത്രക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണോ? 100-75% യാത്രക്കാർ സ്ത്രീകൾ തന്നെയാണ്. അത് പുരുഷന്മാരില്ലെന്നല്ല, എന്നാലും ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിലും ആശ്രയിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളൊരു ബദൽ മാർഗം സ്വീകരിക്കുന്നത്? ഈ ടിക്കറ്റ് നിരക്ക് കൂട്ടാനാണോ കുറയാനാണോ സാധ്യത? അതൊക്കെ നമ്മളല്ല തീരുമാനിക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഓടുന്നത് പോലെ തന്നെ ഓടും. പിന്നെ നമുക്ക് വരുന്ന പാസഞ്ചേഴ്സ് നമ്മുടെ സ്ഥിരം പാസഞ്ചേഴ്സ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്ഥിര യാത്രക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പൊ സൗജന്യം, ഇപ്പൊ വേണമെങ്കിലും സൗജന്യ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി കയറും, ആ വണ്ടി കയറും, സ്വാഭാവികമായിട്ടും അതിലേക്ക് കയറും. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ പോലുള്ളവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാവും. കാരണം ലോണ്, പ്രാരാബ്ദം, കുടുംബം, ഇതൊക്കെ ഞങ്ങൾക്ക് കുടുംബം ഉള്ളതാണ്. അപ്പോൾ അത് ഓടിക്കുന്നവർക്ക് മാസ ശമ്പളം വരുന്നത് പോലെയല്ല നമുക്ക് വരുന്നത്. നമുക്കിത് ഓടിയാലേ ശമ്പളം കിട്ടും. അവർക്ക് ആളെ കയറ്റിയാലും കയറ്റിയില്ലെങ്കിലും അവർക്ക് മാസമാകുമ്പോഴത്തേന് ശമ്പളം വരും. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ആളെ എടുത്ത് നമ്മൾ ഓടിയാൽ മാത്രമേ നമുക്ക് ശമ്പളം കിട്ടൂ. അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആശങ്ക മാത്രമല്ല, ബുദ്ധിമുട്ട് ഇപ്പൊ നിലവിലുള്ളതിനേക്കാൾ ബുദ്ധിമുട്ട് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. എന്തായാലും അത് ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ ഒരു ഇതായിട്ട് മാറുന്ന അവസ്ഥയിലോട്ട് പോകുമെന്നാണ് തോന്നുന്നത്. കണ്ടു കാണാം. ഇതിനു മുമ്പ് 2014 ഇതുപോലെ ഒരു സംഭവം വന്നിട്ടുള്ളതാണ്, സൗജന്യ യാത്ര. അതും എത്രത്തോളം പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ കണ്ടു കാണാം, ബാക്കിയെല്ലാം കണ്ടു കാണാം. എല്ലാം പുതിയ സർക്കാരിൻ്റെതല്ലേ, നോക്കാം. ഓക്കെ.
അതായത് ഇതും ഒരു അതിജീവനത്തിന്റെ കഥയായി മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പറയുന്നത് പോലെ പ്രൈവറ്റ് ബസ്സിലുള്ള ആളുകളും അവർക്കും കുടുംബവും ജീവിതവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഫ്രീ സർവീസ്, സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ അത്തരത്തിലൊരു നയം കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകാർക്ക് അവരെ കൂടെ പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പൊതുവെ ഉയരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ജനങ്ങളെ ഇനി ബാധിക്കുക എന്ന് കൂടെ അറിയേണ്ടതുണ്ട്. വെല്ലുവിളിയാവില്ല, KSRTCക്ക് വെല്ലുവിളിയാവും. അങ്ങനെ കാര്യം ഇപ്പോഴേ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക്. ഇനി ഇത് എല്ലാം ഒട്ടുമുക്കാൽ 90% ലേഡീസാണ് യാത്രക്കാർ. ഇപ്പം പൊതുവിൽ പണ്ടത്തെ പോലെ അല്ല. എല്ലാ വീട്ടിലും എല്ലാവരും പണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകില്ല, വീട്ടിലുള്ള ആണുങ്ങളെ ജോലി പോകും. ഇപ്പം അതല്ല, ഇപ്പം കൂടുതൽ ലേഡീസാണ് ജോലിക്ക് പോകുന്നത്. അപ്പം യാത്രക്കാരിൽ ഭൂരിഭാഗം ലേഡീസാണ്. അപ്പം അവരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവറെ സംബന്ധിച്ചോളം ഇപ്പം ലേഡീസ് കയറായിരിക്കില്ല. കാര്യം അവരുടെ സമയത്ത് നോക്കി അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ട്രാൻസ്ഫർ കാണില്ല. ഇപ്പം ലാഭം നോക്കി നിൽക്കാൻ പറ്റില്ല അവർക്ക്. അല്ല, സ്ത്രീകൾ പൊതുവെ ലാഭം നോക്കി ഈ പൈസ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന് നോക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരുണ്ട്. എങ്കിലും അവരിപ്പോൾ രാവിലെ ജോലിക്ക് പോകും. ജോലിക്ക് ഇപ്പോൾ 9 മണിക്ക് പഞ്ചിങ് ആണ്. ഈ 9 മണിക്ക് പഞ്ചിങ് ചെയ്തില്ല അല്ലെങ്കിൽ 10 മണിക്ക് പഞ്ചിങ് ആയിരിക്കും. ആ പഞ്ചിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ശമ്പളം കിട്ടില്ല. അപ്പം KSRTC നല്ല തിരക്കിലായിരിക്കും. കാട്ടാടുന്നായാലും നിലമങ്ങടുന്നായാലും നല്ല തിരക്കിലായിരിക്കും വരുന്നത്. അപ്പം വണ്ടി ലേറ്റാവും, അവർക്ക് ഈ ജോലി കയറാൻ പറ്റില്ല. അപ്പം ഹാഫ് ഡേ ശമ്പളം പോകും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു മാസത്തിൽ ശമ്പളം പകുതി പോയി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ സർവീസ് എങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സിനെ ബാധിക്കാൻ പോകുന്നത്? സർവീസ് എങ്ങനെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും യാത്രക്കാരെന്ന് വെച്ചാൽ കൂടുതലും സ്ത്രീകളാകുമ്പോഴത്തേക്ക് ഇതിനുള്ള ആൾക്കാർ കുറേയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ തന്നെ ഇപ്പൊ സർവീസ് വളരെ മോശമാണ്. നേരത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്നതിന്റെ ബാലൻസ് പോലും ഇപ്പൊ ഇല്ല. നമ്മളിങ്ങനെ ഇതിലോട്ട് ആയിപ്പോയാണ്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്ന പറയാൻ ആശങ്കയുണ്ടോ? ആശങ്ക ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതിന് കണ്ടിന്യൂസ് നമുക്ക് പറ്റിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ നോക്കേണ്ടി. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ പ്രൈവറ്റുകാരെ തന്നെ, വേറൊന്നുമല്ല. നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടിണിയാണ് ഡ്രൈവറും. മൊത്തത്തില് ഈ പ്രൈവറ്റ് മേഖല തന്നെ മൊത്തത്തില് പോവും. പരിഹാരം വേറൊന്നുമല്ല, മാക്സിമം ഇത് എത്ര കാലം എന്ന് വെച്ചാൽ പറ്റും. കാരണം KSRTCക്ക് ഇത്രയും വർഷം ഈ പെണ്ണുങ്ങളെ വെച്ച് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റില്ല. കണ്ടക്ടർ ശമ്പളം, ഡ്രൈവർ ശമ്പളം, ഡീസൽ ഇതെല്ലാം നോക്കണ്ടേ. നമ്മളെ ഇതിന്ന് തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ നമുക്ക് ഇതിൽ വലിയ ലാഭമൊന്നും ഇല്ല. ഇത് നമുക്ക് അടി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ തന്നെ ഏകദേശം 40 കോടി കടമെടുത്തിട്ടാണ് സർക്കാർ ഓരോ കാര്യങ്ങളും നീക്കിക്കൊണ്ടു പോകുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സൗജന്യ യാത്ര എന്നുള്ളത് നടപ്പാക്കി കഴിഞ്ഞാൽ അത് കേരളത്തിനെ വീണ്ടും കടക്കെണിയിലാക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് ചെറിയൊരു വെല്ലുവിളിയായിട്ട് ഈ ഒരു സിസ്റ്റം മാറും എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു സ്ഥലമാണ്. അത്തരമൊരു സ്ഥലത്ത് ഇത്തരത്തിൽ സൗജന്യ യാത്ര കൊണ്ടുവന്നാൽ അത് വലിയ പ്രശ്നമായി മാറും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും സർക്കാർ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷ.